ഇടമൺ സത്രം ജംഗ്ഷനിലെ മാർക്കറ്റും കെട്ടിടങ്ങളും കാടുപൊടി നശിക്കുകയാണ്. കച്ചവട കേന്ദ്രമുണ്ടായിട്ടും ദേശീയപാതയ്ക്കരികിലാണ് മത്സ്യക്കച്ചവടം അടക്കം പൊടിപൊടിക്കുന്നത്. ഇത് വൻ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനുമാണ് കാരണമാകുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് മാർക്കറ്റിനായി സത്രം ജംഗ്ഷനിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും സ്ഥലവുമാണ് കാടുപൊടി നശിക്കുന്നത്. 92-ൽ പണി പൂർത്തീകരിച്ച് കച്ചവടക്കാർക്കായി തുറന്നു നൽകിയെങ്കിലും 3 മാസം മാത്രമാണ് ഇവിടെ കച്ചവടം തകർത്തു നടന്നത്. അന്യപ്രദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ എത്തിയതോടെ പ്രദേശത്തെ കച്ചവടക്കാരുമായി ഉണ്ടായ തർക്കങ്ങളെ തുടർന്ന് കച്ചവടം അവസാനിക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റേതുമായി 3 കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. കാടുമൂടിയും ഇഴജന്തുക്കളുടെയും നായകളുടെയും ഒക്കെ താമസ സ്ഥലമായി ഇവിടം മാറിയിരിക്കുകയാണെന്ന് സാമൂഹ്യവിരുദ്ധരും ഈ പ്രദേശം ഇപ്പോൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇടമൺ ഇസ്മയിൽ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന കാലത്താണ് ഇവിടെ മാർക്കറ്റ് ആരംഭിച്ചത്. 2005-ൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എൽ ഗോപിനാഥപിള്ളയുടെ കാലത്ത് വനിതാ വിപണന കേന്ദ്രം നിർമ്മിക്കാനായി അനുവദിച്ച 7.5 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുകയുമായിരുന്നു. പഞ്ചായത്തിന്റെ 40 സെന്റോളം വരുന്ന സ്ഥലത്താണ് 3 കെട്ടിടങ്ങളടക്കം കാടുമൂടി നശിക്കുന്നത്. അധികാരികളുടെ അവഗണനയുടെ സ്മാരകമായാണ് ഈ മരിച്ച മാർക്കറ്റിന്റെ ഇപ്പോഴുള്ള കിടപ്പ്. ദേശീയപാതക്കരികിലെ കച്ചവടം ഈ മാർക്കറ്റിലേക്ക് മാറ്റിയാൽ വർഷാവർഷത്തെ ലേലത്തിലൂടെയും നികുതി ഇനത്തിലും പഞ്ചായത്തിന് വരുമാനമുണ്ടാകുകയും ചെയ്യും.